അൽസാജ് അറിയാത്തവരുണ്ടോ? അല്ലെങ്കിൽ ഒരാളെ കാണിച്ചു തരാം. ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവാത്തവരുണ്ടോ? അങ്ങനെ മൂപ്പരായിട്ട് സംസാരിച്ചതിന് ശേഷം നമ്മൾ ഫുഡിലേക്ക് കടന്ന് നമ്മൾ നൂൽപ്പൊറാട്ടയും അതുപോലെ തേങ്ങാപ്പാൽ വെച്ച പത്തിരിയായിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളെ ഇടിക്കോഴി, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റേഷൻ ഉണ്ടല്ലോ, 2 മുട്ടയൊക്കെ മേലെ വെച്ച മൺചട്ടിയിൽ അതിങ്ങനെ കൊട്ടുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ. നമ്മൾ നാടൻ കോഴിയിറച്ചിയാണ് ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമ്മൾ മട്ടനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ നൂൽപ്പൊറാട്ടനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് നൂൽപ്പൊറാട്ട കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത്തിരി ഓയിൽ കുറവോടെ കഴിക്കുന്നത് ഇവിടെ നിന്നാട്ടോ. ആദ്യമായിട്ട് കഴിച്ച എല്ലാ സ്ഥലത്തു നിന്നും അത്യാവശ്യം നല്ല ഓയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മുടെ നൂൽപ്പൊറാട്ടയിൽ. ഇവിടെ നിന്നാണ് ഇങ്ങനൊരു നൂൽപ്പൊറാട്ട കിട്ടിയത്. പിന്നെ ഇവിടുത്തെ മട്ടൺ ട്രൈ ചെയ്തു. നല്ല സോഫ്റ്റ് മട്ടൺ. സോഫ്റ്റ് കൂടാതെ ഇതുവരെ മട്ടൺ കഴിക്കാത്ത കൂടെ വന്നവരടക്കം മട്ടൺ അടിച്ചങ്ങ് തിമിർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ എല്ലാവർക്കും പരിചയം ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ലൊക്കേഷൻ ക്യാപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അറിയാത്തവർക്കും കൂടി വേണ്ടി കണ്ട് പരിചയപ്പെടുത്തുന്നത് നമ്മൾ. അപ്പോൾ മറക്കണ്ട, അൽസാജ് ദ വീഡിയോ ബൈ തിരൂർ കിസ്സ.